ഇങ്ങനെ ഒരു ഫിലിം അങ്ങോട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? യൂത്താണ് സിനിമ കാണാനായിട്ട് ബൾക്കായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഫാമിലീസിലേക്ക് എത്തി ഫാമിലീസ് സിനിമ കാണാൻ ഇറങ്ങാന്ന് പറഞ്ഞ ഒരു കാലഘട്ടം മാറി ഒരുപാട്. ഭയങ്കര പാടാണ് അവരെ ഒന്ന് തിയേറ്ററിലേക്ക് കൊണ്ടുവരണമെങ്കിലും. ഫാമിലി റിലേറ്റഡ് മൂവീസ് വരുമ്പോൾ ആൾക്കാർക്ക് അങ്ങോട്ട് പോയി കാണുന്നതിനോട് വരുമ്പോഴത്തേക്ക് ഒരു ഇതാണ് അത്രയ്ക്ക് അങ്ങോട്ട് കണക്ട് ആവുമോ, എന്റർടൈനിങ് ആയിരിക്കുമോ ഒക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആണല്ലേ പൊതുവെ ആൾക്കാർക്ക് അത് ഏറ്റെടുക്കാൻ ഒരു മടി. അപ്പോഴേക്ക് ഇങ്ങനെ ഒരു ഫിലിം അങ്ങോട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയെ വിജയിപ്പിക്കുന്നത് ഫാമിലീസ് അല്ല, യൂത്താണ് സിനിമ കാണാനായിട്ട് ബൾക്കായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഫാമിലീസിലേക്ക് എത്തി ഫാമിലീസ് സിനിമ കാണാൻ ഇറങ്ങാന്ന് പറഞ്ഞ ഒരു കാലഘട്ടം മാറി ഒരുപാട്. ഭയങ്കര പാടാണ് അവരെ ഒന്ന് തിയേറ്ററിലേക്ക് കൊണ്ടുവരണമെങ്കിലും നല്ലത് പറയണമെങ്കിലും. ഒരുപാട് സിനിമകൾ ഇങ്ങനെ ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ളതൊക്കെ വന്നു പോകുന്നുണ്ട്. തിയേറ്ററിൽ വർക്കാവാതെ OTT വരുമ്പം അത് കൊള്ളായിരുന്നു എന്ന് പറയാറുണ്ട്. അപ്പം അതുപോലെ ഈ സിനിമയും നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരുപാട് നമ്മൾ പബ്ലിസിറ്റി ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുത്തു. പക്ഷെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ പേര് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. ആ ഒരു രീതിയിലേക്ക് സിനിമ റീച്ചായി. പിന്നെ എല്ലാവരും കണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടാവില്ല, വളരെ കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നമ്മൾ ഹാപ്പിയാണ്. ഈ സിനിമ ചെറിയൊരു ബഡ്ജറ്റിൽ ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇത് ബ്രേക്ക് ഈവൻ ആവുന്നുണ്ട് സിനിമ. അപ്പോൾ ഇനി അതിൻ്റെ ഒരു ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അത്യാവശ്യം ഈ സിനിമ നന്നായി പോയതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ വളരെ ചെറിയ ക്യാൻവാസിൽ ചെയ്ത ഒരു പടമാണ്. അതെ, അതുപോലെ തന്നെ ഒരു ഇങ്ങനെ അത്യാവശ്യം റീച്ചായ ഒരു വീഡിയോയിൽ ഇങ്ങനെ ധ്യാൻ ശ്രീനിവാസ് പറയുന്നത്, ഞാൻ അനുവിന് കുനിഞ്ഞു കൊടുത്തിട്ടാണ് ഇത് സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ സെറ്റിലുള്ള ഒരു അനുഭവമൊക്കെ എങ്ങനെയായിരുന്നു? ഷിലുവിനെ സംബന്ധിച്ചിട്ട് പറയുമ്പോൾ രണ്ട് രീതിയിലാണല്ലോ എൻഗേജ്ഡ് ആയി നിൽക്കുന്നത്, ആക്ട്രസ് എന്നുള്ള നിലയ്ക്കും. അപ്പൊ എങ്ങനെയായിരുന്നു? അത് ആക്ച്വലി എൻ്റെ ഞാൻ നിൽക്കുന്ന ഒരു സ്റ്റാൻഡ്, ഒരു പൊസിഷൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. വെറുതെ ഒരു നടിയായിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾക്ക് അവസരങ്ങൾ കിട്ടുക എന്നുള്ളതേ ഉള്ളൂ. അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ പോവുക, അഭിനയിക്കുക, അവർ വിളിക്കുമ്പോൾ പ്രൊമോഷൻസിന് പോവുക, അവർ നമുക്ക് വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റീസും അവർ ചെയ്തു തരും. അപ്പം അത് വളരെ രസകരമായിട്ടുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള അങ്ങനെയുള്ള ഒരു ലൈഫ്. പക്ഷെ എൻ്റേത് നേരെ തിരിച്ചാണ്. ഞാൻ എല്ലാവരുടെയും കംഫർട്ട് നോക്കി അവർക്കൊക്കെ കംഫർട്ട് സോണിൽ നിർത്തിക്കൊണ്ട് എല്ലാം പ്രൊവൈഡ് ചെയ്ത്, ആ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് എനിക്കത് എത്രത്തോളം പറഞ്ഞാൽ അത് എല്ലാവർക്കും മനസ്സിലാവും എന്നുള്ളത് എനിക്ക് അറിയില്ല. നമുക്ക് ലൈഫിൽ എപ്പോഴും പോസിറ്റീവായിട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. പക്ഷെ ഇത് നമുക്ക് എപ്പോഴും കുറച്ച് സ്ട്രെസ്സുള്ള, അല്ലെങ്കിൽ കാരണം എല്ലാവരും കുറച്ച് ഇൻഡസ്ട്രിയിലുള്ളവരെ എല്ലാം ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ അവർ സിനിമയിലുള്ളവരെ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞാൽ സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് അത് തീർന്ന് റിലീസായി അത് തിയേറ്ററിൽ നിന്ന് പോകുന്നിടം വരെയുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. അത് ചെറിയൊരു ഉത്തരവാദിത്വമല്ല. അതിൻ്റെ ഫിനാൻഷ്യലിയും മൊത്തത്തിൽ നോക്കണ്ടേ. അല്ല, എനിക്ക് പേഴ്സണലി സംശയം തോന്നിയൊരു കാര്യം പറയട്ടെ. എന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പൊതുവെ ഇങ്ങനെ കാണാറുണ്ട്, സെറ്റില് അത്യാവശ്യം ഫണ്ണായിട്ട് എല്ലാരും പറയും ആക്ടേഴ്സ് ഒക്കെ തമ്മിൽ ഭയങ്കര രസമായിരിക്കും ലൊക്കേഷൻ. ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതും പറ്റില്ലല്ലോ, ടെൻഷനും ഉണ്ടാവും ഭഗവാനെ എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ ഇത് എൻജോയ്, അതായത് അവിടെ ഓൾറെഡി ഫണ്ണും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത് എൻജോയ് ചെയ്യാനായിട്ട് കംപ്ലീറ്റ്ലി പറ്റാറുണ്ടോ? ഇല്ല. ഞാൻ അഭിനയിക്കുന്നുണ്ടല്ലോ മിക്ക. അപ്പൊ ഞാൻ അഭിനയിക്കാൻ നിൽക്കുമ്പോഴും എൻ്റെ ശ്രദ്ധ പോകുന്നത് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും. അപ്പൊ അത് നമുക്ക് ഈസി ആയിട്ട് നിന്നിട്ട് അത് നമുക്ക് അതിൽ മാത്രം ശ്രദ്ധ കൊടുത്ത് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ സംഭവിക്കുന്ന എന്ത് കാര്യങ്ങളും എന്നിലേക്ക് വരും. എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ആയിക്കോട്ടെ, ഒരു കുറവ് വരുന്നതായിക്കോട്ടെ, എന്തിലും ഏത് കാര്യത്തിൽ വരുന്നതും ആ തോക്ക് നീളുന്നത് എൻ്റെ നേരെ ആയിരിക്കും. അപ്പൊ അത് എൻ്റെ നേരെ വന്നില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി ഞാനായിട്ട് അത് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. കാരണം ഞാനാണ് അവിടെ അതിന്റെ ഉത്തരവാദി. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് നന്നായിട്ടുണ്ട്. അത് റിലീസ് ചെയ്ത് സിനിമ പോകും വരെ നമ്മളത് ചുമക്കണം.